അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് അൾട്രോൺ ആദ്യമായിട്ട് അവഞ്ചേഴ്സിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവഞ്ചേഴ്സിന്റെ ചെവി അടിച്ചു പോകുന്ന രീതിയിൽ ഒരു വിയേർഡ് സൗണ്ട് അൾട്രോൺ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇവിടെ ടോണി സ്റ്റാർക്കിന് മാത്രം അൾട്രോൺ ഉണ്ടാക്കിയ ആ വിയേർഡ് സൗണ്ട് അത്ര തീവ്രതയേറിയതായിട്ട് തോന്നിയിട്ടില്ല. അതിന് ഒരു കാരണമുണ്ട്. അതായത് അയൺമാൻ എന്ന മൂവിയിൽ ഒബാഡിയ സ്റ്റെയിൻ ഒരു വിയേർഡ് സൗണ്ട് യൂസ് ചെയ്ത് ടോണി സ്റ്റാർക്കിനെ പാരലൈസ് ആക്കി ടോണിയുടെ ആർക്ക് റിയാക്ടർ അടിച്ചു മാറ്റുന്നുണ്ട്. ഒരു പക്ഷെ ഈ കാരണം കൊണ്ട് തന്നെ ഇതേപോലെ ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ ടോണി സ്റ്റാർക്ക് തന്റെ ഇയർബഡ്സിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് ക്യാപ്റ്റൻ അമേരിക്കയും അൾട്രോണും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അൾട്രോൺ ക്യാപ്റ്റൻ അമേരിക്കയെ ഒരു ട്രക്കിൽ നിന്ന് വലിച്ചെറിയുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ഒരു കാറിന്റെ മുകളിലേക്ക് വീഴുന്നുണ്ട്. സാധാരണ ഇങ്ങനെ ഒരാൾ കാറിന്റെ മുകളിലേക്ക് വീഴുമ്പോൾ ആരായാലും കാർ ഒന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തേണ്ടതാണ്. എന്നാൽ ആ ഡ്രൈവർ കാർ ബ്രേക്ക് ചെയ്യാതെ മുന്നോട്ട് തന്നെ ഓടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആ ഡ്രൈവർ തന്റെ കാർ നിർത്താത്തതിന് ഒരു കാരണമുണ്ട്. അത് ഈ ഒരു സീന്റെ ഒരു എക്സ്റ്റൻഡഡ് ഡിലീറ്റഡ് സീനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുമുണ്ട്. Afternoon. English? You think you can catch that truck? Great. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് അവഞ്ചേഴ്സ് പോരാട്ടം നടത്തുന്ന സമയത്ത് അവഞ്ചേഴ്സിൽ ആരെങ്കിലും തെറി പറയുകയോ മോശമായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നത് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല. അതിന് ഒരു കാരണമുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക ഒരു സോൾജിയർ ആണ്. വേൾഡ് വാർ 2 സമയത്ത് US ആർമി സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് സോൾജിയേഴ്സ് അവരുടെ മിഷന്റെ സമയത്ത് അവർ മോശം വാക്കുകളൊന്നും റേഡിയോ വഴി സംസാരിക്കരുതെന്ന്. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് ടോണി സ്റ്റാർക്ക് ഒരു ബാഡ് വേർഡ് പറയുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ടോണിയെ ശകാരിക്കുന്നുണ്ട്. ആ കാര്യം പറഞ്ഞ് പിന്നീട് എല്ലാവരും ക്യാപ്റ്റൻ അമേരിക്കയെ കളിയാക്കുന്നുമുണ്ട്. എന്തായാലും എന്തോ മടുപ്പ് തോന്നിയിട്ടാകണം അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോന്റെ അവസാന ഫൈറ്റില് ക്യാപ്റ്റൻ അമേരിക്കയും മോശം വാക്കുകൾ പറയുന്നുണ്ട്. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് അവഞ്ചേഴ്സും അൾട്രോണുമായിട്ടുള്ള അവസാന ഫൈറ്റില് അൾട്രോൺ ബോട്ടുകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതല്ലാതെ ക്യാപ്റ്റൻ അമേരിക്ക എന്ന ക്യാരക്ടറിന് ആ സമയത്ത് അവിടെ പ്രത്യേകിച്ച് വലിയ പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീനില് ഒരു പക്ഷേ ക്യാപ്റ്റൻ അമേരിക്ക എൻറ്റയർ മൾട്ടിവേഴ്സിനെ തന്നെ സേവ് ചെയ്തിട്ടുണ്ടാകാം. വാട്ട് ഇഫ് എന്ന സീരീസിന്റെ എപ്പിസോഡ് 8 അൾട്രോൺ വിഷന്റെ ബോഡിയെ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അതോടെ അൾട്രോൺ വളരെ പവർഫുൾ ആവുകയും ചെയ്യുന്നുണ്ട്. എന്തിനേറെ പറയണം, 5 ഇൻഫിനിറ്റി സ്റ്റോൺസ് കൈക്കലാക്കിയ താനോസിനെ പോലും അൾട്രോൺ കൊന്നുകളഞ്ഞു. ഇതെല്ലാം സംഭവിക്കാൻ കാരണം അൾട്രോൺ വിഷന്റെ ബോഡിയെ ടേക്ക് ഓവർ ചെയ്തതുകൊണ്ടാണ്. എന്നാൽ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് അൾട്രോൺ വിഷന്റെ ബോഡിയെ ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അൾട്രോണെ ക്യാപ്റ്റൻ അമേരിക്ക തടയുന്നുണ്ട്. ആ സമയത്ത് അൾട്രോണെ ക്യാപ്റ്റൻ അമേരിക്ക തടഞ്ഞില്ലായിരുന്നെങ്കിലോ? അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് വാണ്ട മാക്സിമോഫ് അവഞ്ചേഴ്സിനെ അവരുടെ വേസ്റ്റ് നൈറ്റ്മെയർസ് കാണിക്കുന്നുണ്ട്. വാണ്ട നമ്മുടെ ഹൾക്കിനെയും വേസ്റ്റ് നൈറ്റ്മെയർ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് സിനിമയിൽ കാണുവാൻ സാധിക്കില്ല. വാണ്ട ബ്രൂസ് ബാനറിനെ അവന്റെ വേസ്റ്റ് നൈറ്റ്മെയർ കാണിക്കാൻ പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഔട്ട് ഓഫ് കൺട്രോൾ ആയ ഹൾക്ക് സിറ്റിയിൽ എത്തിയിട്ട് അവിടെയെല്ലാം വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയാണ് ഹൾക്കും ഹൾക്ക് ബസ്റ്ററും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അവർ തമ്മിലുള്ള ഫൈറ്റിന്റെ അവസാനത്തോടെ ഒന്ന് ശാന്തനായ ഹൾക്ക് തന്റെ ചുറ്റുമൊന്ന് നോക്കുമ്പോൾ ആളുകൾ തന്നെ കണ്ട് ഭയന്നോടുന്നതും മാത്രമല്ല താൻ കാരണം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങളുമാണ് ഹൾക്ക് കാണുന്നത്. എനിക്ക് തോന്നുന്നത് മനുഷ്യൻ തന്നെ ഒരു ത്രെറ്റ് ആയിട്ടോ ഒരു എനിമി ആയിട്ടോ അല്ല, മറിച്ച് ഒരു രക്ഷകനായിട്ടാണ് കാണേണ്ടത് എന്ന ഹൾക്കിന്റെ ആഗ്രഹം തന്റെ ആങ്കർ കാരണം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ഹൾക്കിന്റെ ഏറ്റവും വലിയ നൈറ്റ്മെയർ.